ഹായ് കൂട്ടുകാരെ, മിമാസ് ടൈമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കുക്കിംഗ് അല്ല കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് തായ്ലൻഡിലെ ചോൺപുരി എന്നൊരു പ്രോവിൻസിലെ ഒരു അതിമനോഹരമായ പ്രകൃതിസുന്ദരമായ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ ഈ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ വഴിയോരത്ത് കാഴ്ചകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. മലനിരകളാണ് കേട്ടോ കൂടുതലിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പച്ചപ്പും അതൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് കുറച്ചൊന്ന് സമയത്തേക്കൊന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി ആണ്. അപ്പം ഞാനൊരു ഒരു ഒരു സൈഡിൽ മാത്രം ഇരുന്നിട്ടാണ് ഈ വീഡിയോ മലകളൊക്കെ മാക്സിമം പകർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ കാടുകൾ കാരണം മലകളങ്ങനെ മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. എന്നാലും പിന്നെ ഈ കാണുന്ന ഈ തടാകം ഉണ്ടല്ലോ, എത്ര ശാന്തവും മനോഹരമാണല്ലേ. ചുറ്റും പച്ച പിടിച്ച മലകളും കാടുകളും തെളിഞ്ഞ വെള്ളവും തണുത്ത കാറ്റും ഇതെല്ലാം ചേർന്നപ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. പിന്നെ ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന പക്ഷികളാണ്. തടാകക്കരയിൽ കൂട്ടമയെത്തുന്ന ഈ പ്രാവുകളുണ്ടല്ലോ, ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് അവർക്ക് ആ പക്ഷികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അതിനുള്ള ബ്രെഡൊക്കെ സ്റ്റാളുകളിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് വാങ്ങിച്ചിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ. വലിയ വലിയ മീനുകളാണ്. അവരത് കൊത്തി തിന്നാനും അതിങ്ങനെ കഴിക്കാനായിട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ചവരിങ്ങനെ ഈ ഒരു തടാകക്കരയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് പക്ഷികളത് ഇങ്ങനെ തിന്നാനായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഭയങ്കര ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇപ്പം നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നാൽ എല്ലാ ടെൻഷനും മാറിപ്പോവും. ഇവിടെ എത്തുന്ന ആളുകൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും മനോഹരമായ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കാനുമാണ് കേട്ടോ വരുന്നത്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി ഒരു ദിവസം സമാധാനത്തോടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച ഒരു സ്ഥലം തന്നെയാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തടാകത്തിൻ്റെ ശാന്തതയും ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ ഒരു മനോഹരമായ കാഴ്ചയുമാണ്. ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നേരിൽ കാണുന്നതാണ് ഈ സ്ഥലത്തിന് അത്രയും മനോഹരമാണ് കേട്ടോ. നേരിൽ കാണുമ്പോൾ കണ്ടോ, ഈ മരങ്ങളുടെ ഇടയിൽ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ മരങ്ങളുടെ ഇടയിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡിൽ സ്റ്റാളുകളുണ്ട്. പിന്നെ കൊച്ചു കൊച്ചു കുടിലുകൾ പോലെയാണ് കേട്ടോ. ഇവിടെ കാണാൻ വന്നവരിങ്ങനെ ഇവിടെ ഒരു മാറ്റൊക്കെ വിരിച്ചെല്ലാവരും ഫാമിലിയായിട്ടൊക്കെ ഇരിക്കുന്നതാണോ. അപ്പോൾ ചെറിയ ചെറിയ ടെൻറ്റുകൾ ഈ ബാംബൂൻ്റെ ടെൻറ്റുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവിടെയാണ് ഒരു റെസ്റ്റ് ചെയ്ത് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് ഈ ചോൺപുരി നമ്മൾ തായ്ലൻഡിലേക്ക് ട്രിപ്പ് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ചോൺപുരിക്ക് സമീപമുള്ള ഈ പ്രകൃതി സുന്ദരമായ ഈ സ്ഥലം നിങ്ങളുടെ യാത്രാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഏറ്റവും മനോഹരമായ ഒരു ഭയങ്കര ഭംഗിയാണ്. കൊച്ചു കൊച്ചു കുടിലുകളുണ്ട്. പിന്നെ ഇതിങ്ങനെ കാടിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. മരങ്ങളുടെ ഇടയിലൂടെ നോക്കുമ്പോൾ കൊച്ചു കൊച്ചു വീടുകളുണ്ട് കേട്ടോ. പിന്നെ നിറയെ ഈ ബാംബു പോലെ ഇങ്ങനെ നിറയെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനിങ്ങനെ തടാകത്തിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്ന ദൃശ്യമാണ് കേട്ടോ. ആളുകൾ കാറും ബൈക്കൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് അവിടെ. പിന്നെ കാറ്റത്ത് ചുറ്റും എന്ന് പറഞ്ഞ പോലെ നല്ല ആ മലമ്പ്രദേശം കണ്ടോ. പിന്നെ സൈഡ് അറ്റത്ത് നോക്കുമ്പോൾ തന്നെ കൊച്ചു വീടുകളൊക്കെ കാണാം അല്ലേ. അപ്പോൾ അതൊക്കെ നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ആ തടാകത്തിൻ്റെ ആ വെള്ളമുണ്ട്, ഒരു ശാന്തമായ ഒരു
ഒഴുകി ഇങ്ങനെ പോകുന്ന ആ വെള്ളം, പിന്നെ ചുറ്റുമുള്ള ആ പക്ഷികളിരിക്കുന്നതും ഇത്തരത്തിലുള്ള മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് എഴുതാൻ മറക്കരുത്. മിമാസ് ടൈം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ യാത്രാ വീഡിയോകളും രുചികരമായ പാചകങ്ങളുടെ വീഡിയോകളും ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. അടുത്ത മനോഹരമായ യാത്രയിൽ വീണ്ടും സുരക്ഷിതരായിരിക്കുക നിങ്ങൾ. അതുവരെ എല്ലാവരും സന്തോഷത്തോടു കൂടെ ഇരിക്കുക. നന്ദി കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.